എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 16/4/2024 നടത്തിയ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ കോഡ് 39/2024. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. ഓപ്ഷൻ എ ആണ് ഉത്തരം. വിശ്വഭാരതി സർവകലാശാല. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. TE വാസുദേവൻ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹാമിൽട്ടൺ. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഓപ്ഷൻ ഡി 107. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഓപ്ഷൻ എ BVR സുബ്രഹ്മണ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ജോഡി. അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദർ ആയിരുന്നു. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഓപ്ഷൻ എ ലിപുലേഖ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? ഓപ്ഷൻ ഡി 1:10 ലക്ഷം. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? ഓപ്ഷൻ ഡി റാബി. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഓപ്ഷൻ സി ഇടമലക്കുടി. പുറംപണി ഔട്ട്സോഴ്സിങ്ങുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി 4 മാത്രം. ഭൂപരിഷ്കരണം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക്. സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി 2023-24 യൂണിയൻ ബജറ്റ്. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 2ഉം 4ഉം മാത്രമാണ് യോജിക്കുന്ന പ്രസ്താവനകൾ. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ
രൂപീകരിച്ചത്? 4. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 മാത്രമാണ് യോജിക്കുന്ന പ്രസ്താവനകൾ. 1. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളുടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. 2. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. 3. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4 മാത്രം. 1. സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 2. പഞ്ചായത്തിൻ്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. 4. പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി നീതി ആയോഗ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിൽ നൽകിയിരിക്കുന്ന പേര്? ഓപ്ഷൻ സി നാരി ശക്തി വന്ദൻ അധിനിയം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഗവർണർ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി. മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ബി സ്നേഹപൂർവം. താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി തന്നിരിക്കുന്ന പ്രസ്താവനകൾ എല്ലാം തന്നെ യോജിക്കുന്ന പ്രസ്താവനകളാണ്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അടിത്തറയായ ലഘുസമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഓപ്ഷൻ ബി ലൈസോസൈം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി സ്പെക്ട്രം. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കർണാടക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക. ഫാറ്റി ലിവർ, പ്രമേഹം, ഹീമോഫീലിയ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 ഫാറ്റി ലിവർ, പ്രമേഹം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 2, 3 ശരിയായിട്ടുള്ളത്. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. 3 റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന
പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം ശരിയാണ്. പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. എല്ലാം തന്നെ ശരിയാണ്. 2021 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റത്തിൻ്റെ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിൻ്റെ ബാഹ്യശാന്ത ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരിയഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി 3-ാം പീരിയഡ് 1-ാം ഗ്രൂപ്പ്. വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും. 3 വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തികത സ്വഭാവമുള്ളതായതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും. 1-നും 100-നും ഇടയിൽ 7ൻ്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഓപ്ഷൻ ഡി 14. എ ബി സി ഡി എന്നീ വരകൾ സമാന്തരങ്ങളാണ് എങ്കിൽ x⁻0 = ഓപ്ഷൻ സി 80. പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏത്? ഓപ്ഷൻ സി 1, 2, 5. ABCD എന്ന സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം. 2 square root of 2 centimeter. 10⁵ into 10⁶ by 10⁷ into 10⁸ is equal to ഓപ്ഷൻ ബി 1/1000. സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 21 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 സമം ഓപ്ഷൻ ബി 2. 999 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബി 9,98,000. 2⁻1000 minus 2⁻999 is equal to ഓപ്ഷൻ ഡി 2⁻999. 3/4, 6/5, 9/8, 8/7 ഈ ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ 3/4, 9/8, 8/7, 6/5. 1/n പ്ലസ് 2/n പ്ലസ് 3/n പ്ലസ് 4/n പ്ലസ് ഡാഷ് പ്ലസ് n/n ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ഡി n+1/2. ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കേണ്ട കുട്ടിയുടെ പ്രായം എത്രയാണ്? ഓപ്ഷൻ ബി 7 വർഷത്തിൽ താഴെ. സ്വമേധയാ ഉള്ള ലഹരി. ഓപ്ഷൻ സി ഒരു കുറ്റം നിയോഗിക്കുന്നതിന് ഒഴികഴിവില്ല. IPCയുടെ 97-ാം വകുപ്പ് സ്വത്തിൻ്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഓപ്ഷൻ സി മോഷണവും കവർച്ചയും. 16 വയസ്സിന് താഴെയുള്ള അവിവാഹിതയായ പെൺകുട്ടിയുടെ പിതാവിൻ്റെ സമ്മതമില്ലാതെയാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ചാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. ഓപ്ഷൻ എ ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനാവില്ല. ഏത് കേസുകളിലാണ് വാറന്റ് ഇല്ലാത്ത ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുക? ഓപ്ഷൻ ഡി 7 വർഷത്തിൽ കൂടുതൽ
തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ സെക്ഷൻ 2X പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഡാഷ് വർഷങ്ങളിൽ കൂടുതലുള്ള തടവോ ആയ ഒരു കുറ്റവുമായി ബന്ധപ്പെട്ടതാണ് വാറണ്ട് കേസ്. ഓപ്ഷൻ ബി 2. 1973 ക്രിമിനൽ നടപടിച്ചട്ടത്തിൻ്റെ 164 വകുപ്പ് പ്രകാരം ഓപ്ഷൻ എ പോലീസോ അന്വേഷണ ഏജൻസികളോ ഹാജരാക്കുന്ന ഒരാളുടെ മൊഴി മാത്രമേ രേഖപ്പെടുത്താൻ കഴിയൂ. തെളിവ് നിയമത്തിലെ വകുപ്പ് 32(4) പ്രകാരം പ്രഖ്യാപനത്തിൽ ഡിക്ലറേഷൻ എന്താണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ്. തെളിവ് നിയമത്തിലെ സെക്ഷൻ 45 പ്രകാരം ഒരു വിദഗ്ധൻ്റെ അഭിപ്രായം? ഓപ്ഷൻ സി പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കാവുന്നതുമായ സ്വഭാവമാണ്. 2011 കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡറിൻ്റെയോ അപകടത്തിൻ്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്താനുള്ള സാഹചര്യം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് എല്ലാം തന്നെ. കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവനയാണ് തെറ്റെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ സി കമ്മിറ്റിക്ക് പോലീസിൻ്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. 2012 പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി 2012 പോക്സോ നിയമത്തിൻ്റെ സെക്ഷൻ 4. കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. ഓപ്ഷൻ ബി വകുപ്പ് 66. 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക. വിവരാവകാശ നിയമത്തിൻ്റെ 2005 സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ഓപ്ഷൻ എ പ്രസ്താവന ശരിയാണ്. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ സെക്ഷൻ 25 എന്താണ്? ഓപ്ഷൻ ബി ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചിട്ടുള്ള ശിക്ഷ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ ഏത് വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ ബി 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ സെക്ഷൻ 31. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ സി 15. ഒരു ഗുഡ്സ് വാഹനത്തിൻ്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 18 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടും? ഓപ്ഷൻ എ കാറ്റഗറി N3. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 15. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്? ഓപ്ഷൻ ഡി റൂൾ 21. ഒരു പ്രദേശത്തെ ലൈസൻസിംഗ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. താഴെ പറയുന്നവയിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തതേത്? ഓപ്ഷൻ സി ഗുഡ്സ് കാരിയേജ്. താഴെ പറയുന്ന ഏത് വാഹനത്തിനാണ് പെർമിറ്റിൻ്റെ ആവശ്യകത ഇല്ലാത്തത്? ഓപ്ഷൻ ബി ആംബുലൻസ്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി
മോട്ടോർ സൈക്കിളോ ത്രീ വീലറോ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ റൈഡറോ മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണ്. ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഓപ്ഷൻ ഡി ഇവയെല്ലാം. മറ്റു വാഹനങ്ങളെ മറികടക്കുക, യു ടേൺ എടുക്കുക, പുറകോട്ടടിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ഒരു ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാവുന്നതാണ്. ഡ്രൈവിംഗ് പഠനത്തിൻ്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? ഓപ്ഷൻ എ റൂൾ 31. നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? ഓപ്ഷൻ ബി പരുക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം. താഴെ പറയുന്നവയിൽ എമർജൻസി വാഹനം അല്ലാത്തതേത്? ഓപ്ഷൻ എ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. റിയർ വ്യൂ മിറർ, ഹെഡ്ലൈറ്റ് സ്വിച്ച്, വിൻസ്ക്രീൻ വൈപ്പർ സ്വിച്ച്. ഒരു ഡ്രൈവർ റോഡിലെ ആപത്കരങ്ങളായ ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകരമാണെന്ന് ദീർഘവീക്ഷണം ചെയ്തു. അപകടം ഒഴിവാക്കുന്നതിന് താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിക്ക് പറയുന്ന പേര്. ഓപ്ഷൻ സി IPDE. കേരളത്തിലെ 4 വരി ദേശീയപാതകളിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത. ഓപ്ഷൻ ബി 100 km/h. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ സി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത്? ഹെൽമറ്റ്, പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ധരിക്കാതെ ഇരുചക്രവാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ സി പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ടതുമായ ഒരു കുറ്റം ആണ്. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 185 പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടുന്ന കുറഞ്ഞ അളവ്. ഓപ്ഷൻ എ 100 ml രക്തത്തിൽ ആൽക്കഹോൾ അംശം 30 mg മുകളിൽ വരുമ്പോൾ. താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത്? മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 92 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കാവുന്ന സാഹചര്യം. ഓപ്ഷൻ സി 1 ഉം 2. അടിയന്തരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന്. 2 അടിയന്തര ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കുന്നതിന്. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 134A പ്രതിപാദിക്കുന്ന ഗുഡ് സമരിറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ഡി 1, 2, 3 പ്രസ്താവനകൾ. 24 വോൾട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രവർത്തിക്കുന്ന ഹെവി വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന ഹെഡ്ലൈറ്റ് ബൾബുകളുടെ പരമാവധി പവർ വാട്ടേജ്. ഓപ്ഷൻ സി 75/75 വാട്ട്സ്. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കുവാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ ബി പോലീസ് സബ് ഇൻസ്പെക്ടർ. ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ. ഓപ്ഷൻ ഡി 1, 2, 4. റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച് ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ. ഓപ്ഷൻ ബി 2, 3. ടൂൾ കിറ്റ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്. താഴെ പ്രതിപാദിച്ചവയിൽ ഏതുതരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധം അല്ല? ഓപ്ഷൻ ഡി 1, 2, 3, 4. ഹസാർഡ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയെല്ലാം? ഓപ്ഷൻ സി പിൻഭാഗത്തും ഇരുവശങ്ങളിലും. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പെയിൻറ്റിൻ്റെ നിറം. ഓപ്ഷൻ ബി 1, 2 ഒലീവ് ഗ്രീൻ, നേവി ബ്ലൂ. സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വാഹനം. ഓപ്ഷൻ ബി പെട്രോളിയം
ടാങ്കർ ട്രക്ക്. ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം. ഓപ്ഷൻ സി മോട്ടോർ ക്യാബ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.